بسم الله الرحمن الرحيم بسم الله الرحمن الرحيم باب وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فسماهم المؤمنين وبه قال الشيخ الإمام أبو عبد الله محمد بن إدريس البخاري رحمه الله ونفعنا بعلومه. حدثنا عبد الرحمن بن المبارك قال حدثنا حماد بن زيد قال حدثنا أيوب ويونس كلاهما عن الحسن عن الأحنف بن قيس قال ذهبت لأنصر هذا الرجل فلقيني أبو بكرة فقال أين تريد؟ قلت أنصر هذا الرجل قال ارجع فإني سمعت رسول الله صلى الله عليه وسلم يقول إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار. فقلت يا رسول الله هذا القاتل فما بال المقتول؟ قال إنه كان حريصا على قتل صاحبه. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവർ ദോഷം ചെയ്യുന്ന ആളുകൾ അവർ ദോഷികളായിരിക്കലോട് കൂടെ അവരെ സംബന്ധിച്ച് കുഫ്ർ പ്രയോഗം നടത്താം. പക്ഷേ അത് പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയി എന്നർത്ഥത്തിലേക്കുള്ള കുഫ്റല്ല. അതായത് ദോഷം ചെയ്തത് കൊണ്ട് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. അത് പുറത്തേക്ക് പോകണമെങ്കിൽ രിദ്ദത്തിനെ ലാസിമാക്കുന്ന രിദ്ദത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ചെയ്യണം. അതെന്താണെന്ന് പരിശുദ്ധ ഖുർആനും ഹദീസും ഇമാമികളും വിശദീകരിച്ചതാണ്. അങ്ങനെ കുഫറിൻ്റെ പണികൾ ചെയ്തെങ്കിൽ മാത്രമേ, ഷിർക്കിൻ്റെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പരിശുദ്ധ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോവുകയുള്ളൂ. അല്ലാതെ കുറ്റം ചെയ്തു എന്നതുകൊണ്ട് അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകൂല എന്നുള്ളതാണല്ലോ വാദം. ആ വാദത്തിനിക്ക് നേരത്തെ പറഞ്ഞ തൊട്ടു മുമ്പ് പറഞ്ഞ ബാബിനിക്ക് ഒരു ഫസില് പോലെയാണ് ഈ ബാബ്. സാധാരണ കിതാബിൽ ബാബുൻ എന്നിട്ട് കഴിഞ്ഞാൽ ആ ബാബിൻ്റെ താഴെ കുറേ ഫസിലുകൾ ഉണ്ടാകും. ഇവിടെ ആ ഫസദ അൽ ബാബുൻ അൽ മആശി മിൻ അംരിൽ ജാഹിലിയ വലാ യുകഫറു സാഹിബുഹാ ബിർതികാബിഹാ ഇല്ലാ ബിശ്ശിർക്കി എന്ന ബാബിൻ്റെ ഒരു ഫസിലാണിത്. ബാബുൻ അപ്പോൾ ഇത് ഫസിലുൻ എന്ന് പറഞ്ഞ മാതിരി ഉണ്ടാവുള്ളൂ. ഇതൊരു ഫസിലാണ്. അതിന് ശേഷം അതിലേക്ക് ഇലാഫത്ത് ചെയ്ത് വായിക്കാൻ പാടില്ല. അത് ഇലാഫത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ എന്താ അർത്ഥം വെക്കും? ഉബാബു വഇൻ ത്വായിഫത്താനി എന്ന് വായിച്ചാൽ വഇൻ ത്വായിഫത്താനി മിനൽ മുഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ എന്ന ആയത്തിനെ വിശദീകരിക്കുന്ന ബാബാണെന്ന് അറിയല്ലോ. അപ്പോൾ ശേഷം വരാൻ പോകുന്ന ഹദീസ് ഇതിനെ വിശദീകരിക്കണം. സംഗതി അങ്ങനെയല്ല. ഈ ഹദീസിനെ വാദം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച അല്ല, ഈ ആയത്ത് തന്നെ വാദം തെളിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാത്രവുമല്ല ഈ ആയത്ത് ഹദീസിനേക്ക് തഫ്സീറുമാണ്. ഹദീസ് തഫ്സീർ പറഞ്ഞാൽ വരാൻ പോകുന്ന ഹദീസിൽ നിന്ന് ഹദീസിൻ്റെ റാവിയായ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയത് ശരിയല്ല എന്ന് സ്വീകരിക്കുന്ന ബാബാണ്. അത് ഈ ആയത്താണിത്. അപ്പം ബാബുൻ ഇതൊരു ബാബാണ്. വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന മുഅ്മിനീങ്ങളിൽപ്പെട്ട രണ്ട് വിഭാഗം
അവർ പരസ്പരം കലഹിച്ചാൽ ഇക്തതലൂ അവർ പരസ്പരം കലഹിച്ചാൽ ഫഅസ്ലിഹൂ ബൈനഹുമാ അവർ രണ്ടാളുടെയും ഇടയിൽ നിങ്ങൾ സുൽഹ് ഉണ്ടാക്കി തീർക്കണം. അവർ കലഹിച്ച് കലഹത്തിന് വേണ്ടി അവർ യഥാർത്ഥത്തിൽ അവരുടെ കലഹത്തിന് വേണ്ടി അവർ വിട്ടുകൊടുക്കാൻ വേണ്ടില്ല. നിങ്ങൾ അവിടെ ഇടയിൽ മധ്യസ്ഥനായി വരണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന മാതിരി അവരെ അതിൽ നിങ്ങൾ ആ പ്രശ്നത്തിൽ നിന്ന് അവരെ നിങ്ങൾ അകറ്റി നിർത്തണം. അപ്പോൾ അവിടെ പറഞ്ഞെന്താ, മൂമിനീങ്ങളിൽ പെട്ട രണ്ട് വിഭാഗം. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫസമ്മാഹും ഈ രണ്ട് ത്വായിഫത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവരെ പരാമർശിച്ചു. അൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾ എന്ന്. പരസ്പരം കലഹിക്കുന്ന മുഅ്മിനീങ്ങൾ, പരസ്പരം യുദ്ധത്തിലേർപ്പെട്ട മുഅ്മിനീങ്ങൾ എന്നാണ് പറഞ്ഞത്. ആ പരസ്പരം യുദ്ധത്തിലേർപ്പെട്ട മുഅ്മിനീങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാകുക, യുദ്ധത്തിലേർപ്പെടുക എന്ന് പറയുന്നതെല്ലാം വളരെയധികം ഇസ്ലാം വിരോധിച്ചതാണ്. മുസ്ലിമീങ്ങൾ തമ്മിൽ ഇഖ്വത്താണ്, സഹോദരന്മാരാണ്. ഒരു കാരണവശാലും ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് കലഹിക്കുകയോ ഉപദ്രവിക്കുകയോ തല്ലുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഇക്തതലൂന അവരങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചു കഴിഞ്ഞാൽ അവർ രണ്ട് കൂട്ടരുടെയും ഇടയിൽ നിങ്ങൾ സുല്ലുണ്ടാക്കണമെന്ന് അടുത്ത വിഷയമാണ്. ഇമാം ബുഖാരിയുടെ പിടുത്തം ഇവിടെ ഉള്ളത് മിനൽ മുഅ്മിനീന എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അവർ രണ്ട് കൂട്ടരെ സംബന്ധിച്ചും മുഅ്മിനീങ്ങൾ എന്ന് പരാമർശിച്ചു. ഫസമ്മാഹും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വിഭാഗത്തിനും പേര് പറഞ്ഞു. അൽ മുഅ്മിനീന മുഅ്മിനീങ്ങൾ എന്നുള്ള പേരാണ് അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരോട് കൂടെ കാഫിരീങ്ങളാകുന്നില്ല എന്ന് ഈ ആയത്ത് വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെല്ലാം അത് വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആയത്തിൽ പറഞ്ഞതായ ത്വായിഫത്താനി എന്താണ് ത്വായിഫത്ത്? ത്വായിഫത്തിൻ്റെ തസ്നിയാണ്. ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം എന്നേ അർത്ഥമുള്ളൂ. ആ വിഭാഗം എന്ന് പറയുന്നത് ഒരാളുമാവാം, അതിൽ കൂടുതൽ ആളുകളുമാവാം. ആണ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ തഫ്സീറുള്ളത്. ഖാല ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അത്വായിഫത്തു അൽ വാഹിദു ഫമാ ഫൗഖഹു. ത്വായിഫത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം ഒരാള് അതിൽ കൂടുതൽ. ഇമാം റാസിയും തഫ്സീർ ഇത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം റാസി പറഞ്ഞു ഇവിടെ ത്വായിഫത്ത് എന്ന് പറഞ്ഞത് ഒരാളാരും വേണ്ടില്ല, രണ്ട് മുഅ്മിനീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയാലും ഹുക്കം അത് തന്നെയാണെന്ന് വരുത്താനാണ്, അതും കൂടി പെടാനാണ്. നേരെ മറിച്ച് ഫിർഖത്ത് എന്ന് പറഞ്ഞാൽ വയും ഫിർഖത്താനി മിനൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ അത് ഓരോരോ ഭാഗത്തും ഈ രണ്ട് സംഘം വേണം, കൂട്ടം വേണം. സംഘത്തെ സംബന്ധിച്ച് ത്വായിഫ് ഫിർഖത്ത് എന്ന് പറയുള്ളൂ. വ്യക്തികളെ സംബന്ധിച്ചും കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന വാക്കാണ് ത്വായിഫത്ത് എന്ന് പറയുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ത്വായിഫത്ത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ആ പ്രയോഗിച്ചു കൊടുത്ത് ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലത്തുള്ള സന്ദർഭോചിതമായാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അർത്ഥം വെച്ചിട്ടുള്ളത്. ഖുർആനിൽ കാണാം ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫ് യുദ്ധത്തിന് വേണ്ടിയിട്ടും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും മുഅ്മിനീങ്ങളെ അയക്കുമ്പോൾ ഈ ഓരോരോ പാർട്ടിയിൽ നിന്നും ഒരു ത്വായിഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വേണം, അടുക്കൽ വേണം എന്ന് പറഞ്ഞ ആ ത്വായിഫത്ത് ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫ എന്ന് പറഞ്ഞ ത്വായിഫത്ത് ഒരാളോ ഒന്നിൽ കൂടുതലോ ആൾ മദീന. ഈ ഹദീസ് കൊണ്ടാണ് ഈ ആയത്ത് കൊണ്ടാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖബർ വാഹിദ് മഖ്ബൂലാണ് എന്നെല്ലാം പറയുന്നത്. കാരണം നബി തങ്ങളടുക്ക് ദീൻ പഠിക്കാൻ വഹി ഇറങ്ങുമ്പോൾ അത് കേട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരാളായാലും മതി എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കും. ആ ത്വായിഫിനർത്ഥം അത്രയേ ഉള്ളൂ. വേറൊരു പരിശുദ്ധ ഖുർആൻ ത്വായിഫത്ത് ഉപയോഗിച്ച വാക്കാണ് വൽയശ്ഹദ് അദാബഹുമാ ത്വായിഫത്തുൻ എന്ന്. സിനനെ സംബന്ധിച്ച് പറയുന്നോർത്ത്
സിന ചെയ്യണമെങ്കിൽ ആ സിന ചെയ്തു ഒരാളെ സംബന്ധിച്ച് സിന കുറ്റം ആരോപിക്കണമെങ്കിൽ അതിന് സാക്ഷിയായിട്ട് മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഒരു ത്വായിഫത്ത് സാക്ഷികളായി വരണം. ആ ത്വായിഫത്ത് എന്ന് പറഞ്ഞിട്ട് 4 ആൾ സാക്ഷി നിൽക്കണം. അടുത്ത ത്വായിഫത്തിന് 4 ആൾ എന്നാണ്. വേറൊരായത്ത് ഫൽതകുൻ ത്വായിഫത്തും മിൻഹും മഅക, യുദ്ധവേളയിൽ കസ്റാക്കി സലാത്തുൽ ഖൗഫിൻ്റെ നിസ്കാരം നിസ്കരിക്കണോടത്ത് ആ സ്വലാത്തുൽ ഖൗഫിൻ്റെ നിസ്കാരം നിസ്കരിക്കുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കണമെങ്കിൽ നബി ഇമാമായി നിൽക്കുമ്പോൾ പിന്നിൽ നിൽക്കേണ്ടത് ഒരു ത്വായിഫത്താണ്. ആ ത്വായിഫത്ത് ഏറ്റവും ചുരുങ്ങിയത് 3 ആൾ വേണം. ഇങ്ങനെ ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലുള്ള ത്വായിഫത്ത് എന്നുള്ള വാക്ക് 1ഉം 2ഉം 3ഉം എത്രയും ആളാവാം എന്നുള്ളതിൽ നിന്ന് ഓരോരോ സ്ഥലത്തും അതിൻ്റെ പ്രയോഗങ്ങളും അതിൽ വാരിതായ ഹദീസുകളും ജമ ചെയ്തുകൊണ്ട് ഓരോരോ സ്ഥലത്ത് ഓരോരോ മാനാക്കാൻ ത്വായിഫത്ത് ഉപയോഗിച്ചതെന്ന് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. വബിഹി ഖാലൽ ഇമാമുൽ ബുഖാരി റഹിമഹുല്ലാഹു തആല حدثنا عبد الرحمن بن المبارك قال حدثنا حماد بن زيد قال حدثنا أيوب ويونس كلاهما عن الحسن عن الأحنف بن قيس رضي الله عنه وعنهم أنه قال ذهبت لأنصر هذا الرجل فلقيني أبو بكرة رضي الله عنه فقال أين تريد؟ قلت أنصر هذا الرجل. قال ارجع فإني سمعت رسول الله صلى الله عليه وسلم يقول إذا التقى المسلمان بسيفيهما فالقاتل والمقتول في النار. فقلت يا رسول الله هذا القاتل فما بال المقتول؟ قال وإنه كان حريصا على قتل صاحبي. ഈ ഹദീസും ആദ്യം പറഞ്ഞ വൈൻ ത്വായിഫത്താൻ മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ എന്ന ആയത്തും തമ്മിൽ വലിയ ബന്ധമുള്ളത് കൊണ്ടും ആയത്ത് കൊണ്ട് ഈ ഹദീസിനെ വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ടും റാവികളെ പരിചയപ്പെടുത്തൽ പിന്നീടായിരിക്കും. ഇപ്പോൾ ഹദീസിൻ്റെ അർത്ഥമാണ് ആദ്യം വെക്കുന്നത്. അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദഹബ്തു ഞാൻ പോയി, ലിഅൻസുറ ഞാൻ സഹായിക്കാൻ വേണ്ടി, ഹാദർ റജുല ഈ മഹാനായ മനുഷ്യനെ. അർ-റജുൽ എന്ന് പറയുന്ന അലിഫ്ലാം തഅലീമിന് വേണ്ടിയുള്ളതാണ്. ഈ മഹാനായ റജുലിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സൈന്യസമേതം പുറപ്പെട്ടു. അഹ്നഫ് ബിൻ ഖൈസ് പറഞ്ഞത് മഹാനായ വലിയ മഹാനാണ്. ഇൻഷാ അല്ലാഹ് അവിടെ ചരിത്രങ്ങളെല്ലാം വരാൻ പോകുന്നുണ്ട്. ആ അഹ്നഫ് ബിൻ ഖൈസ് പറയാണ് അവർക്ക് വലിയ സൈന്യമുള്ളവരാണ്. ഈ റജുൽ മഹാനായ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആണ് റജുൽ കൊണ്ട് മുറാദ്. ഈ മഹാനായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. ഫലഖിയനി അബൂ ബക്രത. ആ സമയത്ത് അഹ്നഫ് ബിൻ ഖൈസ് നബിൻ്റെ കാലത്ത് ജീവിച്ചവരാണെങ്കിലും നബി തങ്ങളെ കണ്ടിട്ടില്ല. നബി തങ്ങൾ വഫാത്താകുമ്പോൾ 13 അല്ലെങ്കിൽ 16ഓളം വയസ്സുള്ള ഒരാളാണ്. അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചരിത്രം വരുന്നുണ്ട്. ആ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവും സംഘവും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായിക്കാൻ വേണ്ടി ജമൽ യുദ്ധത്തിലേക്കായിരുന്നു ആ പുറപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജമൽ യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് കൂടെ ചേർന്ന് അലി റളിയല്ലാഹുവിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടു. ഫലഖിയനി അപ്പോൾ എന്നെ കണ്ടു അബൂബക്രത
മഹാനായ സ്വഹാബിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നെ കണ്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലത് അബൂബക്കറത്താണ്, സഖഫിയാണ്. ഹുനൈൻ യുദ്ധത്തിൽ നബി തങ്ങളോട് മുസ്ലിമായ മഹാനാണ്. ആ സ്വഹാബി എന്നെ കണ്ടു. ഫഖാല, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐന തുരീദ്, അഹ്നഫെ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? ഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു, അൻസുറു ഹാദർ റജുല, ചോദിച്ചത് എവിടേക്കാ ഉദ്ദേശിക്കുന്ന സ്ഥലമാണ് മറുപടി പറയേണ്ടത്. പക്ഷേ ഉദ്ദേശം പറയുന്നതിന് തിരുവല്ലോ ഏതാ സ്ഥലം എന്നുള്ളത്, അതാ ഉദ്ദേശം പറഞ്ഞു. അൻസുറു, ഞാൻ സഹായിക്കും ആദർ റജുല, ഈ മഹാനായ റജുലായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കും. അതിനു വേണ്ടി ഞാൻ പോവുകയാണ്, ജമലിലേക്ക് പോവുകയാണ്, ജമൽ യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഖാല, അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർജി, നിങ്ങൾ തിരിച്ചു പോവണം, നീ തിരിച്ചു പോവണം. ഫഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കേട്ടിരിക്കുന്നു. നീ പോ, തിരിച്ചു പോ. ഇർജി, അത് കുറച്ചൊരു ഗൗരവത്തിലുള്ള വാക്കാണ്, തിരിച്ചു പോ. ഫഇന്നി സമിഅ്തു റസൂൽ, നമുക്ക് അംറുൻ ബിൽ മഅറൂഫോടെ ഉജൂബാണല്ലോ മുമ്പ് മനസ്സിലാക്കിയത് പ്രകാരം, അതാണ് മറുപടി. അതോടെ അവർ പറയുന്ന കാരണം പറയുന്നു, എന്താ തിരിച്ചു പോകണം എന്ന് പറയാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കേട്ടിരിക്കുന്നു. യഖൂലു, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട്, ഇദൽ തക്കൽ മുസ്ലിമാനി ബിസൈഫൈഹിമാ, ഇദൽ തക്കൽ മുസ്ലിമാനി, രണ്ട് മുസ്ലിമീങ്ങൾ കൂട്ടിമുട്ടിയാൽ, ബിസൈഫൈഹിമാ, അവരണ്ടാവുടെയും വാളുകൊണ്ട് രണ്ട് മുസ്ലിങ്ങൾ ഏറ്റുമുട്ടിയാൽ, ഫൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ, കൊന്നവനും കൊല്ലപ്പെട്ടവനും രണ്ടാളും നരകത്തിലാണ്, രണ്ടാളും നരകത്തിലാണ്. ഫഖുൽതു, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഹാദൽ ഖാതിൽ, ഈ കൊലയാളി അവൻ നരകത്തിൽ കടക്കേണ്ടത് തന്നെയാണ്, അവൻ്റെ കാര്യം ലാഹിറാണ്, വ്യക്തമാണ്, ഖബർ കളയപ്പെട്ടതാ, അവൻ്റെ കാര്യം കൊന്നോന്. രണ്ടാൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാളുകൊണ്ട് ഏറ്റുമുട്ടി ഒരാൾ മറ്റൊരാളെ കൊന്നാൽ കൊലക്കുറ്റം ചെയ്തോ നരകത്ത് കിടക്കണം, അത് ലാഹിർ തന്നെയാണ് നബിയെ. ഫമാ ബാലുൽ മഖ്തൂൽ, ഈ കൊല്ലപ്പെട്ടവൻ്റെ അവസ്ഥ എന്തെന്നാണ്, അവൻ്റെ ഹാലെന്താണ്, അവനെന്തിനാണ് നരകത്ത് കിടക്കണം? അവനിവിടെ വെട്ടും കിട്ടി ജീവൻ പോയും ചെയ്ത് ഇനി നരകമോ? അതാ ചോദ്യം. ഫമാ ബാലുൽ മഖ്തൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറിക്കൊത്ത മറുപടി. ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സ്വാഹിബിഹി, ഇന്നഹു, ഈ കൊല ചെയ്യപ്പെട്ടവൻ, കാന, അവനായിരുന്നു, ഹരീസൻ, വളരെ അധികം ആഗ്രഹിച്ചവനായിരുന്നു, അലാ ഖത്ലി സ്വാഹിബിഹി, അവൻ്റെ എതിരാളിയായ ഖാത്തിലിനെ, കൊലയാളിയെ കൊല്ലുന്നതിൻ്റെ മേലിൽ. രണ്ടാളുടെ കയ്യിലും വാളാണ്, രണ്ടാളും തുല്യരാണ്, ഓരോരുത്തരുടെയും ലക്ഷ്യം മറ്റവനെ കൊല്ലണമെന്നാണ്. മറ്റവൻ ഇവനെ കൊന്നിട്ടില്ലെങ്കിൽ ഇവൻ അവനെ കൊല്ലും. ആ നിലക്കുള്ള അവസ്ഥയിലാണ് അവൻ്റെ മരണം സംഭവിക്കുന്നത്. വലിയ ഒരു ദോഷം ചെയ്യാൻ വേണ്ടി എല്ലാവിധ തയ്യാറെടുപ്പോടു കൂടെ അവരെ കഴിയുന്ന മാതിരി ഇടപെട്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മറ്റേ കാത്തിരിൻ്റെ വാളുകൊണ്ട് ഇവൻ കൊല്ലപ്പെട്ടു എന്നേ ഉള്ളൂ. ഇവനും മരിക്കുന്ന സമയത്ത് ഒരു പശ്ചാത്താപമില്ലാതെ വളരെ ദേഷ്യത്തോടു കൂടെ മറ്റേ മുസ്ലിമിനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന ചിന്തയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ നരകത്തിൽ കടക്കുന്നത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രണ്ടാളും നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ശിക്ഷ നരകമാണ്.
പിന്നീട് മുമ്പ് നാം പറഞ്ഞതുപോലെ അള്ളാഹു തആലാന്റെ മശീയത്തിലാണ് അവരുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ ശിക്ഷിച്ച് പിന്നീട് അവരെ സ്വർഗത്തിലേക്ക് അടക്കും. എന്തായാലും മുസ്ലിമീങ്ങൾ മുഖല്ലദും ഫിന്നാറല്ല. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. ബാക്കിയുള്ളവരുടെ ആശയം വരാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു റാവിയായിട്ട് വരുന്നുണ്ട്. ചരിത്രം പറയുമ്പോൾ ഈ വിഷയം വളരെ വ്യക്തമായി വരും. എന്താണ് മുഅ്തസിലിയാക്കളുടെ വാദം എന്നുള്ളത്? അവർ പറയുന്നത് മുസ്ലിമീങ്ങൾ അവർ കാഫിറും അല്ല മുസ്ലിമും അല്ല, കുറ്റവാളികൾ. പക്ഷേ മുഖല്ലദും ഫിന്നാറാണ്. അതാ മനസ്സിലെത്തുമ്പോൾ മൂമിൻ്റെയും കുഫറിൻ്റെയും ഇടയിൽ സ്ഥാനത്തുള്ളവരാണ് നരകത്തിൽ മുഖല്ലദും ഫിന്നാറാണ്. നമ്മൾ പറയുന്നു അവർക്ക് വേണമെങ്കിൽ ഈ ഹദീസ് തെളിവായി പറയാൻ പറ്റൊന്നുമില്ല. കാരണം ഫിന്നാർ നരകത്തിലാന്നേ പറഞ്ഞിട്ടുള്ളൂ, നരകത്തിൽ ശാശ്വതമാണെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ പറയൂ അവിടെ ഫിന്നാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നരകമാണ് അവർക്കുള്ള ശിക്ഷ, പിന്നെ അള്ളാഹുവിന്റെ മശീയത്തിലുള്ളതാണ്. ഈ ഹദീസിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹു മഹാനായ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു സൈന്യവുമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു തടയുന്നത്. നീ തിരിച്ചു പോവണം, നിങ്ങൾ തിരിച്ചു പോവണം എന്ന് പറഞ്ഞ് ഹദീസ് ഓതി കൊടുക്കുന്നത്. ഇവിടെ സ്വഹാബത്തിൻ്റെ മദ്ഹബ് ആദ്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ്. സ്വഹാബത്ത് പല വിഭാഗമാണ്. അന്നുണ്ടായിരുന്ന ആ കലഹത്തിൻ്റെ വിഷയത്തിൽ ഇമാം ഐനി പറയുന്നു, വഖ്തലഫൽ ഉലമാഉ ഫിൽ ഖിതാലി ഫിൽ ഫിത്ന. ഫിത്നയുടെ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നതിൽ ഉലമാഇക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമനഅ ബഅ്ദുഹും അൽ ഖിതാല ഫിഹാ. ആ ഫിത്നയുടെ ഘട്ടങ്ങളിൽ യുദ്ധത്തിൽ ഇറങ്ങലിനെ ബാദ് തടഞ്ഞിട്ടുണ്ട്, ചിലർ തടഞ്ഞിട്ടുണ്ട്. വൈന്ദഖലു അലൈ, എതിരൊക്കെ യുദ്ധം ചെയ്യുന്ന ആളുകൾ ഫിത്നക്കാര് ഇവൻ്റെ അടുത്തേക്ക് കടന്നു വന്നാൽ പോലും ശത്രുവിനെ തടുക്കാലോ, സ്വായിലിനെ തടുക്കാലോ, ആ ഒരു തടുക്കാൻ വേണ്ടിയും കൂടി മുസ്ലിമായ ഒരാൾ എന്തോ ആശയക്കുഴപ്പത്തിൽ വന്നുകൊണ്ട് ഇവനെ പറ്റി അഭിപ്രായ വ്യത്യാസം വന്നതിൻ്റെ പേര് കൊല്ലാവരെ തടുക്കാൻ പറ്റൂല. അമലം ബില്ലാഹി ഹാദൽ ഹദീസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാം ഓതിയതായ ഹദീസിൻ്റെ ളാഹിർ കൊണ്ട് അമൽ ചെയ്തതിന് വേണ്ടി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇതേ ഹദീസ് തന്നെ സ്വഹീഹ് മുസ്ലിമിൽ വിശദമായിട്ടുണ്ട്. അതുകൊണ്ടിട്ടും അതുപോലെ തന്നെ വിധങ്ങൾ പറഞ്ഞിട്ട് ഇന്നഹാ സതകൂന ഫിത്ന, വിശദമായ തങ്ങളെ ഹദീസുണ്ട്. ഫിത്ന ഉണ്ടാകും, ആ ഫിത്നയിൽ ഒന്നിലും ഇറങ്ങാതിരിക്കുന്നവനേക്കാണ് വിജയം എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഇറങ്ങരുത്. വഖാല ഹൗലായി, ഫിത്നയുള്ള ഘട്ടത്തിൽ യുദ്ധത്തിന് ഇറങ്ങരുത് എന്ന വിഭാഗം പറഞ്ഞു. ലാ യുഖാതിലു, അവൻ യുദ്ധത്തിന് പോകാൻ പാടില്ല. വൈന്ദഖലു അലൈഹി വതലബു ഖത്ലഹു, അവർ ഇവൻ്റെ അടുക്കലേക്ക് കയറി വന്നാലും അവർ ഇവനെ കൊല്ലാൻ വേണ്ടി അന്വേഷിച്ച് നടന്നാലും വലാ തജൂസു ലഹുൽ മുദാഫഅതു അൻ നഫ്സിഹി, സ്വന്തം നഫ്സിനെ തൊട്ട് തടുക്കാനും പറ്റൂല. ഒരു സിംഹം വരുമ്പം, അക്രമി വരുമ്പം തടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതും ഈ ഘട്ടത്തിൽ പറ്റൂല. ദീനിൻ്റെ വിഷയത്തിൽ എന്തോ ഇജ്തിഹാദ് മാറിയതിൻ്റെ പേരിലുള്ള യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ത്വാലിബ മുതഅവ്വിലുൻ, കാരണം യുദ്ധത്തിന് വേണ്ടി വരുന്നവൻ അവനെന്തോ തഅ്വീൽ ചെയ്തവനാണ്, എന്തോ ആശയക്കുഴപ്പത്തിൽ വന്നവനാണ്, എതിരാളി സത്യത്തിൻ്റെ മേലിലല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. വഹാദാ മദ്ഹബു അബീ ബക്രത വഗൈരിഹി, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹും അല്ലാത്തവരുടെയും മദ്ഹബ്. അതുപോലെ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, അതുപോലെ ഉസാമ റളിയല്ലാഹു അൻഹു, പലരും അവർ അന്ന് മാറിയുന്നവരുണ്ട്. ഇനി ഇവൻ്റെ ബഹുമാനപ്പെട്ട ഇമ്രാൻ ബിൻ ഹുസൈൻ, അബ്ദുല്ലാഹിബിന് അംർ ബിൻ അൽ-ആസി പോലെയുള്ള മഹാന്മാരെല്ലാം പറയുന്നത് യുദ്ധത്തിൽ ഇവൻ നേരിട്ട് ഇടപഴകരുത്, ഒരാൾ മറ്റൊരാൾ പക്ഷം ചേരേണ്ടതില്ല. പക്ഷേ ഇവനെ
ആക്രമിക്കാൻ വേണ്ടി വന്നാൽ, ഇവൻ മാറി നിൽക്കുന്നോടത്ത് ഇവൻ്റെ അടുക്കലേക്ക് പാഞ്ഞു കയറി വന്നാൽ അവർ തടുക്കൽ അവനിക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന മഹാസ്വഹാബത്തുണ്ട്. രണ്ട് അഭിപ്രായം മതി. എന്നാൽ മുഅ്ളമു സ്വഹാബത്തും താബീങ്ങളും മഹാന്മാരുമെല്ലാം പറയുന്നത് യജിബു നസ്റുൽ ഹഖി, ഹക്കിൻ്റെ പാർട്ടിക്കാരെ സഹായിക്കൽ നിർബന്ധമാണ്. വഖിതാലുൽ ബാഗീന, രാജ്യദ്രോഹികളായി വരുന്ന മുസ്ലിമീങ്ങളെ യഥാർത്ഥ ഖലീഫയ്ക്ക് എതിരായി പുറപ്പെടുന്നവർ, അതാണ് ബാഗി, അവരോട് യുദ്ധം ചെയ്യൽ നിർബന്ധമാണെന്നാണ്. ലിഖൗലിഹി തആല, നേരത്തെ പറഞ്ഞ അതേ ഹുജറാത്തിലെ ആയത്തിൽ അള്ളാഹിൻ്റെ കൗലിന് വേണ്ടി ഫഖാതിലുല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് എന്നുള്ള ആയത്തിന് വേണ്ടി. ഗുജറാത്തിലെ ആയത്താണല്ലോ, വൈൻ ത്വാഇഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലു ഫഅസ്ലിഹു ബൈനഹുമാ ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ് ഫഇൻ ഫാഅത് ഫഅസ്ലിഹു ബൈനഹുമാ ബിൽ അദ്ൽ വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇതാണ് ഗുജറാത്തിലെ 9-ാമത്തെ ആയത്ത്. അവിടെയാണ് പറയുന്നത് ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലു അല്ലതി തബ്ഗി. രണ്ട് പാർട്ടിയിൽപ്പെട്ട ഒരു വിഭാഗം യഥാർത്ഥ ഖലീഫയുടെ മേലിൽ രാജ്യദ്രോഹിയായി അവരുടെ മേലിൽ പുറപ്പെട്ടു കഴിഞ്ഞാൽ, അതിക്രമമായി കടന്നു വന്നാൽ ഫഖാതിലുല്ലതി തബ്ഗി, അക്രമിയായ വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ്, അല്ലാഹു തആലാന്റെ അംറിലേക്ക്, കൽപ്പനയിലേക്ക്, വിധിവിലക്കുകളിലേക്ക് അവൻ കടന്നു വരുന്നതുവരേക്കും. അംറുള്ള എന്താണെന്നുള്ള വ്യത്യാസമുണ്ട്, തഫ്സീറുകൾ നോക്കിയാൽ മനസ്സിലാകും. ഏതായാലും അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിധി എന്താ? ഒറിജിനൽ ഖലീഫയെ, അള്ളാഹുവിൻ്റെ ദീന് കൊണ്ട് കൽപ്പിക്കുന്ന ഖലീഫയെ അംഗീകരിക്കണമെന്നുള്ളതാണ്. അതിലേക്ക് മടങ്ങി വരുന്നത് വരേക്കും യുദ്ധം ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നേരെ മറിച്ച് ഈ പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഹദീസ്, മോദി ഹദീസ്, അതുപോലെയുള്ള ധാരാളം ഹദീസുകളുണ്ട്. ആ പറഞ്ഞ ഹദീസുകളെല്ലാം തവ്വീൽ ചെയ്യണം. എന്താ? ഹക്ക് വെളിവാവാതെ ഒരു ഭാഗത്തേക്ക് ഹക്ക് ഏത് വാത്തിലേത് എന്ന് തിരിയാതിരിക്കുന്ന ഘട്ടത്തിൽ രണ്ടൊപ്പം കൂടണ്ട. ഒന്നാതാണ് പറഞ്ഞത്. അല്ലെങ്കിലോ രണ്ടിൽപ്പെട്ട ഒരാൾക്കും തെവീലില്ലാത്തോടത്തേക്കാണ് ഇദാഖ്തല മുസ്ലിമാനി എന്ന് പറയുന്നത്. കാരണം ആ ആയത്ത് ഇറങ്ങിയത് തന്നെ തെവീലോ അല്ലെങ്കിൽ പരിശുദ്ധ ദീനിന് എതിരാണ് ഒരു വിഭാഗം എന്നോ മനസ്സിലാക്കിയിട്ടല്ല. പിന്നെന്താണ്? ഹമിയത്തിന് വേണ്ടി, വാശിക്ക് വേണ്ടി, നേതാവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അവൻ്റെ സ്വന്തക്കാർക്ക് വേണ്ടി, പാർട്ടിക്കാർക്ക് വേണ്ടി അവൻ ഇറങ്ങുകയാണ്, സത്യം നോക്കിയിട്ടല്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതും ഹദീസിൽ വന്നതും യുദ്ധം ചെയ്യാൻ പാടില്ല, രണ്ടാളും നരകത്തിൽ കടക്കും എന്ന് പറഞ്ഞത്. അതെന്താ? ഈ ഹദീസിൻ്റെ സാബുൻ നുസൂൽ എന്താ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയപ്പെട്ടു. അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം വാഹിദി അവിടെ തഫ്സീരിൽ പറഞ്ഞതാണത്. ഇമാം വാഹിദി സാബുൻ നുസൂലായി പറഞ്ഞതാണ്. യാ നബി അല്ലാഹ്, ലൗ അതൈത അബ്ദുല്ലാഹി ബിൻ ഉബയ്യിൻ, അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന്റെ അടുക്കലേക്ക് ഒന്ന് പോയാൽ നന്നായിരുന്നു. എന്താ ഒന്ന് പോണ്ടേ? അബ്ദുല്ലാഹി ബിൻ ഉബയ്യിന്റെ അടുത്ത് പോകണം, ആവശ്യമാണ്. കാരണം അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വന്നു. അവിടുത്തെ രാജാവ് നബി തങ്ങളാണ് ആയത്. നബി തങ്ങൾ അവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ രാജാവാവേണ്ട ആളാണ് റഈസുൽ മുനാഫിഖീനായ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ്. അവിടുത്തെ നേതാവാണ്, എല്ലാ നിലക്കും സ്വാധീനമുള്ളവനാണ്. അവൻ്റെ അടുക്കലേക്കൊന്ന് പോണം തങ്ങൾ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹി ബിൻ ഉബയ്യുടെ അടുക്കലേക്ക് നബി തങ്ങളെ കൈതപ്പുറത്ത് കയറിപ്പോയി. വന്ദലക്കൽ മുസ്ലിമൂന യംശൂൻ, നബി തങ്ങളെ പിന്നിൽ നടക്കുന്നവരായിട്ട് മുസ്ലിമീങ്ങളും പോയി. അങ്ങനെ ആ സ്ഥലത്ത് എത്തിയപ്പോൾ ഖാല, അബ്ദുല്ലാഹി ബിൻ ഉബയ്യുടെ അടുക്കലേക്ക് എത്തിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ പറയാണ്, ഇലൈക, മാറി നിൽക്ക്. നബി തങ്ങളോടാ പറഞ്ഞത്, ഇലൈക, മാറി നിൽക്ക്. ഫവല്ലാഹി ലഖദ് ആദാനീനത്തിനു ഹിമാരിക, നിന്റെ കൈതയുടെ ദുർഗന്ധം എനിക്ക് വിഷമമാകുന്നുണ്ട്, എന്നെ ശല്യപ്പെടുത്തുന്നുണ്ട്, വലിയ നാറ്റമാണ് നിന്റെ കൈതക്കുള്ളത്, അതുകൊണ്ട് മാറി നിൽക്ക് എന്ന് നബി തങ്ങളോട് പറഞ്ഞു.
ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാറുകളിൽപ്പെട്ട ഒരു പുരുഷൻ പറഞ്ഞു, ഒരു സ്വഹാബി പറഞ്ഞു, വല്ലാഹി ലഹിമാറു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്യബു റീഹം മിൻകാ, അല്ലാഹനെ തന്നെയാണ് സത്യം, നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത നിന്നേക്കാളും നല്ല വാസനയുള്ളതാണ്, നിന്നേക്കാളും സുഗന്ധവാസനയുള്ളതാണ്, സുഗന്ധമുള്ളതാണ്, നീയാണ് നിന്നെ തന്നെയാണ് ദുർഗന്ധമുള്ളത്, നബി തങ്ങളെ കൈതക്കല്ല. ഫവളിബ ലിഅബ്ദില്ലാഹി റജുലുൻ മിൻ ഖൗമിഹി, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന് അയാളുടെ ആളുകളിൽപ്പെട്ട ഒരാള് ദേഷ്യം പിടിച്ചു. വളിബ ലികുല്ലി വാഹിദിൻ മിൻഹുമാ അസ്വാബുഹു, അങ്ങനെ നബി തങ്ങളെ ആളുകളിൽ നിന്നും ഉബയ്യൻ്റെ ആളുകളിൽ നിന്നും ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വൈരാഗ്യമായി, ദേഷ്യമായി, അവരുടെ ഇടയിൽ തല്ല് നടന്നു. മട്ടരെടുത്തു കൊണ്ടിട്ടും കൈകളെ കൊണ്ടും ചെരുപ്പുകളെ കൊണ്ടുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമം നടന്നു, തല്ല് നടന്നു, വലിയ പോര് നടന്നു. ഈ ഘട്ടത്തിലാണ് അവിടെയാണ് ഈ പറഞ്ഞ ഹദീസുമുള്ളത്. വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിലുള്ള യുദ്ധം തവ്വീൽ ചെയ്തിട്ടല്ല. ഈ പറഞ്ഞ സാബുൻ നുസൂലിൽ രണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വെറും വ്യക്തിയായി എണ്ണാൻ പറ്റുമോ ഇല്ലേ, വാഹിദി പറഞ്ഞ മാതിരി ചിന്തിക്കേണ്ടതുണ്ട്. എന്നാലും വ്യക്തിപരമായ വിഷയങ്ങൾക്ക് വരുമ്പോഴേ ആ പറഞ്ഞ ഖാത്തിലും മക്തൂലും നരകത്തിൽ എന്ന് പറയുന്നത്, എന്നല്ലാതെ ഒരാൾ യഥാർത്ഥമായ ഖലീഫക്കെതിരായിട്ട് തിരിഞ്ഞവർ അത് ഇന്നാളാണ് ഹക്കിൻ്റെ ആള്, ഇന്നാള് ബാത്തിലിൻ്റെ ആളാണെന്ന് തിരിഞ്ഞാൽ ഹക്കിൻ്റെ ആളെ കൂടി യുദ്ധം ചെയ്യൽ നിർബന്ധമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ ഫഖാതിലുൽ ലതീ തബ്ഗി ഹത്താ തഫിയ ഇലാ അംരില്ലാഹ്. ഹക്കിൻ്റെ ആളുകളും ബാത്തിലിൻ്റെ ആളുകളും രണ്ട് വിഭാഗവും മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞു. അതിൽ നിന്ന് മാറി നിന്നു. അവർ രണ്ടാളിൽ നിന്ന് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ അടിച്ചൊരുക്കി വിജയിക്കട്ടെ എന്ന് കാത്തിരുന്നാൽ ലോകാന കമാകാലൽ അവ്വലൂന ലളഹറൽ ഫസാദു വസ്തതാലു, അങ്ങനെ സത്യത്തിൻ്റെ അഹ്ലുകാരെ കൂടെ ബാക്കിയുള്ളവർ കൂടി ബാക്കിയുള്ള അഹ്ലുകാരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ലെങ്കിൽ ഇവിടെ ലോകത്ത് സമാധാനമുണ്ടാകൂല. പരിശുദ്ധ ഖുർആൻ അനുസരിച്ചും കൊണ്ട് അതിൽ നിന്ന് സത്യത്തിൻ്റെ അഹ്ലുകാരെ കൂടെ മറ്റുള്ളവരെല്ലാവരും അണിനിരന്ന് ബാത്തിൻ്റെ അഹ്ലുകാരെ ആട്ടിയോടിപ്പിക്കണം, അവർ സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തണം. അതാണ് ഇമാമികൾ പറഞ്ഞിട്ടുള്ളത്. മറ്റത് ഏത് ബാത്തിൻ്റെ അഹ്ലുകാരനും കയ്യൂക്കുണ്ടോ ഹക്കിൻ്റെ അഹ്ലുകാരെ പരാജയപ്പെടുത്താനും എന്നിട്ട് ബാത്തിൽ പ്രചരിപ്പിക്കാനും കാരണമായി വരും. ഒരിക്കലും അതിന് വകവെച്ച് കൊടുക്കരുത്. ഖുർആൻ്റെ ലാഹിർ അതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാർ ഇഹ്തിയാത്തിൻ്റെ അഹ്ലുകാരാണ്. അവർക്ക് അവരുടെ ആശയം, അവർ മുസ്തഹിദീങ്ങളാണ്. അവരെ നാം എതിർക്കാനോ അവരെ പോരായ്മ പറയാനോ നിൽക്കേണ്ടതില്ല. അതുപോലെ തന്നെ നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാമിൻ്റെ ഇടയിൽ നടന്നത് ആ യുദ്ധങ്ങൾ. ഒന്ന് ജമൽ യുദ്ധം. ഒരു ഭാഗത്ത് ബഹുമാനപ്പെട്ട അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു, അതുവരെ കയ്യിൽ ധാരാളം മഹാന്മാരായ സ്വഹാബത്തുകളും താബീങ്ങളും. മറുവശത്ത് ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ വലിയ ആളുകൾ. ആ നടന്ന യുദ്ധത്തെപ്പറ്റി നടന്നത് നടന്നു എന്നല്ലാതെ അതിനെപ്പറ്റി ഒരക്ഷരവും കക്ഷി ചേർത്ത് പറയാൻ പാടില്ല. അതുപോലെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ജമലിന് ശേഷം സിഫീൻ യുദ്ധം, ബഹുമാനപ്പെട്ട അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു, രണ്ട് കൂട്ടരും വലിയ സ്വഹാബികളാണ്, രണ്ട് കൂട്ടരും മഹാന്മാരാണ്. രണ്ട് കൂട്ടരും ധാരാളം സ്വഹാബികൾ അണിനിരന്നിട്ടുണ്ട്.
പക്ഷേ ആ ചരിത്രങ്ങളെല്ലാം വായിച്ചുകൊണ്ട് ഒരു കൂട്ടരെ കൂടെയും അവരാണ് സത്യത്തിൻ്റെ അഹ്ലുകാർ, ഇന്നവരാണ് ബാത്തിൻ്റെ അഹ്ലുകാർ എന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല. രണ്ട് കൂട്ടരെടുക്കലേക്കും കൂടേണ്ടതില്ല. വൽ ഹഖുല്ലദീ അലൈഹി അഹ്ലുസുന്ന, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ പറയുന്ന യഥാർത്ഥ ഹക്കിൻ്റെ മേലേ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ അഹ്ലുകാർ പറയുന്ന യഥാർത്ഥ ഹക്ക് അൽ ഇംസാഖു അമ്മാ ശജറ ബൈന സ്വഹാബ, സ്വഹാബത്തിൻ്റെ ഇടയിൽ ഉണ്ടായതായ പ്രശ്നത്തെ പറ്റി ഒന്നും സംസാരിക്കാതിരിക്കൽ. വഹുസ്നുൽ ളന്നി ബിഹിം, അവർ രണ്ട് വിഭാഗത്തെ പറ്റും എല്ലാവരെ പറ്റും നല്ല അഭിപ്രായം. വത്തവീലു ലഹും, ഓരോരുത്തർക്കും അവർക്ക് അവരുടെ ന്യായങ്ങൾ സത്യമായ ന്യായങ്ങളാണെന്ന് അവർ മനസ്സിലാക്കിയ ന്യായങ്ങളുണ്ടായിരുന്നു. വഅന്നഹും മുസ്തഹിദൂന മുതഅവ്വിലൂന ലം യഖ്സിദൂ മഅസിയതൻ വലാ മഹ്ലദ് ദുനിയാ, അവരെല്ലാവരും പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ അമൽ ചെയ്ത മുജ്തഹിദീങ്ങളാണ്. അവർക്ക് അല്ലാഹുവിൻ്റെ ദീന് വിട്ട് വ്യക്തിപരമായ താല്പര്യങ്ങളോ ദുന്യവിയായ മോഹങ്ങളോ അവർക്കില്ലായിരുന്നു. അവരെല്ലാം ദീനിന് വേണ്ടി പഴപ്പൊഴുതിയവരാണ്. ഫമിൻകുമുൽ മുഖ്തിഉ ഫീ ഇജ്തിഹാദിഹി വൽ മുസീബ്, അവരുടെ കൂട്ടത്തിൽ ഇജ്തിഹാദിൽ പേച്ചവരുണ്ടാവാം, ഇജ്തിഹാദിൽ സത്യം എത്തിച്ചവരുണ്ടാവാം. ആ സത്യം എത്തിച്ചവർ ആരാണ് എന്ന് ചർച്ച ചെയ്യാൻ പറ്റൂലേ? അതും ചർച്ച ചെയ്യേണ്ട ഇമാം തിബരി റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്നാൽ ഒരു നല്ല വിഭാഗം സറഹൽ ബിഹിൽ ജുംഹൂർ, وتوقف التبري وغيره في تعيين الحق منهم وصرح به الجمهور وقالوا إن علي رضي الله عنه وأصحابه كانوا مصيبين. പക്ഷേ ജുംഹൂർ പറയുന്നത് ഹക്കിൻ്റെ അഹ്ലുകാർ അലി റളിയല്ലാഹു അൻഹു കൂട്ടരും ആയിരുന്നു. കാരണം അലി റളിയല്ലാഹു അൻഹു ആണ് അന്ന് ഖിലാഫത്തിനക്ക് ഏറ്റവും ബന്ധപ്പെട്ടവർ. അതിനോട് മത്സരിച്ച് അതെനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചും കൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ന്യായത്തോട് കൂടെയാണെങ്കിലും അത് ഹക്കല്ല എന്ന് പറയുന്ന ജുംഹൂറുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ആ ചർച്ച തന്നെ, ആ വിഷയങ്ങൾ തന്നെ, ആ യുദ്ധങ്ങൾ തന്നെ വിലയിരുത്താതിരിക്കലാണ് നല്ലത്. പക്ഷേ നാം ഒളിപ്പിച്ചു വെക്കുമ്പം പഠിക്കാതിരിക്കുമ്പോൾ എതിരാളികളായ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നബി തങ്ങളുടെ കാലം കഴിഞ്ഞ ഉടനെ തന്നെ ഈ ദീനിൻ്റെ വിഷയത്തിൽ അവർ പരസ്പരം പോരടിച്ചവരാണ് എന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അതിനിക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രം അത് പഠിക്കുക എന്നല്ലാതെ ഒരാളെ പക്ഷം ചേരാൻ വേണ്ടി ഒരിക്കലും മുതിരരുത്. ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? മഹാനവർകൾ പറഞ്ഞ മറുപടി തിൽക ദിമാഉൻ, അതൊരു രക്തങ്ങളാണ്. ഖത്തഖറല്ലാഹു ഐദിയനാ, അല്ലാഹു തആല നമ്മളെ കരങ്ങളെ അതിനെ തൊട്ട് ശുദ്ധിയാക്കി. അന്ന് നമ്മളവിടെ ഇല്ലാത്തത് കൊണ്ട് രണ്ടൊരു പക്ഷത്തിൽ നമ്മൾ ചേർന്നില്ല, അല്ലാഹു നമ്മളെ കാത്തു. പക്ഷേ ഇപ്പോൾ കക്ഷി ചേർന്നും കൊണ്ട് നമ്മുടെ നാവിനെ കേടുവരുത്താൻ നാം ഉദ്ദേശിക്കുന്നില്ല. നാവിനെ നമ്മൾ കേടുവരുത്തൂല. ഇതാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്. ആ ഒരു നയത്തിലേക്കാണ് എല്ലാവരും വരേണ്ടത്. അതിൻ്റെ എതിരായി സത്യത്തിൻ്റെ ആള് അലി റളിയല്ലാഹു അൻഹു ആണ്, മുആവിയ റളിയല്ലാഹു അൻഹു സത്യത്തിൻ്റെ എതിരാളിയായിരുന്നു എന്നെല്ലാം പറഞ്ഞ് മുആവിയ റളിയല്ലാഹു അൻഹു കുറ്റം പറയരുത്. ചരിത്രകാരന്മാരിൽപ്പെട്ട പലതും കുറ്റം പറയുന്നുണ്ട്. അതെല്ലാം ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വാക്കോട് കൂടെ കുഴിച്ചു മൂടപ്പെടേണ്ടതാണ്. ആരും അതിൻ്റെ പിന്നിൽ കൂടരുത്. അല്ലാഹു മഹാന്മാരാവിടെ എല്ലാവിധ മഹത്വവും ഫയലാനും നമുക്ക് നൽകുമാറാവട്ടെ. ആരോടും ഒരു മുസ്ലിമിനോടും ഒരു ദേഷ്യവും വിദ്വേഷവും നമ്മുടെ മനസ്സിൽ വെക്കാതെ ശുദ്ധന്മാരായി അല്ലാഹു നമ്മെ ജയിപ്പിക്കട്ടെ.